പുതിയൊരു വീഡിയോ വന്നിട്ടുള്ളത്. ഇപ്പോൾ അത് പ്ലാന്റ് റീപ്ലാന്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ആദ്യം പ്ലാന്റ് നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഓർഡറിലല്ല. അപ്പോൾ അത് താളം തെറ്റിയിട്ടും കറക്റ്റ് ഗ്യാപ്പല്ലാതെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റി കറക്റ്റ് ഡിസ്റ്റൻസിൽ വലിച്ചിട്ട് കുഴിയെടുത്ത് പ്ലാന്റ് നടാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റൊക്കെ വലിയ വലിയ പ്ലാന്റാണ് സെറ്റ് ചെയ്യുന്നത്. ഫ്രൂട്ടായതും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് വെച്ച് കൊടുക്കുന്നത്. അത് ബനാന സപ്പോട്ട ഫുള്ള് കായുള്ള പ്ലാന്റാണ്. ഇതാണ് വെച്ച് കൊടുക്കുന്നത്. കായ പിടിച്ച് തുടങ്ങിയ പ്ലാന്റാണ് ഇത്. ബനാന മാംഗോ നല്ല ബുഷ് പ്ലാന്റ്, നല്ല ഹെൽത്തി പ്ലാന്റാണ്. പ്ലാവ്, അതുപോലെ മാവ്, കാറ്റിമൺ, അങ്ങനത്തെ എല്ലാ വെറൈറ്റി, ഫിലോസാന്, ലോങ്ങന്, മല്ലിക പൂട്ട പ്ലാന്റാണ് നല്ലത്. ബംഗനാപ്പള്ളി, പിന്നെ ചന്ദ്രക്കാരന്, ചെറുനാരങ്ങ, അതൊക്കെ ഫുള്ള് കായ പിടിച്ച തൈകളാണ്. ഇത് ചന്ദ്രക്കാരന് വാങ്ങുന്നതാണ്. ആദ്യം ഇവിടെ മൊത്തം ഇപ്പോൾ 40 കോഴിയാണുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ മാറ്റിയെടുത്തു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പ്ലാന്റ് പറഞ്ഞാൽ 24 പ്ലാന്റാണ് അവിടെ ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ലൈനൊക്കെ നോക്കി വെച്ചപ്പോൾ 40 പ്ലാന്റോളം വെക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സ്പേസ് വേസ്റ്റായി പോയിരുന്നതാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്തപ്പോൾ നല്ല കാണാനും ഭംഗിയാവുന്ന പ്ലാന്റ് കറക്റ്റ് ഡിസ്റ്റൻസിൽ കയറുകയും ചെയ്യും. അപ്പോൾ അഡീഷണലായിട്ട് തന്നെ ഇപ്പോൾ കുറച്ച് 17 പ്ലാന്റോളം അഡീഷണൽ കയറുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ പ്ലാന്റ് വെച്ചതിനാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കുഴിയെടുത്തപ്പോൾ കറക്റ്റ് റെഡിയാക്കി എടുത്തപ്പോൾ ഇതിൽ ഏകദേശം ഇപ്പോൾ 17 പ്ലാന്റ് ഒരു എക്സ്ട്രാ വെക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റ് ഡിസ്റ്റൻസ് നോക്കി വെക്കുമ്പോൾ. ആദ്യം പ്ലാന്റ് വെച്ചതിൽ ഇപ്പോൾ എന്താ വെച്ചാൽ വേറെ നമുക്ക് വെക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഇതിൽ നമുക്ക് പ്ലാന്റ് വേറെ വെക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടായി വെച്ചത് കൊണ്ടും ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ വെക്കാൻ പറ്റായിരുന്നത്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഡിസ്റ്റൻസ് നോക്കി വെച്ചത് കൊണ്ട് ഇപ്പോൾ ഏകദേശം അഡീഷണൽ ഇപ്പോൾ 17 പ്ലാന്റ് എക്സ്ട്രാ വെക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വെച്ചതിന് ശേഷമുള്ള ഇത് നമുക്ക് നോക്കാം. ഇനി തൈ വെക്കുമ്പോഴും കറക്റ്റ് നൂല് പിടിച്ചിട്ട് നമ്മൾ തൈ വെക്കുള്ളൂ. കയറൊക്കെ കെട്ടി കറക്റ്റ് അതിൻ്റെ സ്റ്റെമ്പ് കാണാം, മറ്റേ സ്റ്റെമ്പും പാടെ അപ്പുറത്തുള്ള സ്റ്റെമ്പും പാടെ കറക്റ്റ് ലെവലാക്കിയിട്ട് നമ്മൾ തൈ വെക്കുള്ളൂ. അപ്പോൾ പ്ലാന്റൊക്കെ ഇപ്പോൾ റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നട്ട് കൊടുത്ത് കഴിഞ്ഞാണ് ഇതൊക്കെ ഫുള്ള് ഗ്യാപ്പ് നോക്കിയിട്ട് കറക്റ്റ് ഡിസ്റ്റൻസ് നോക്കിയിട്ടാണ് നട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാ പ്ലാന്റും ഇതുപോലൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട്. മാവുകൾ, ഫിലോസാന, ബനാന സപ്പോട്ട, ഇത് ബനാന മാംഗോ. അപ്പം അങ്ങനെ ലൈന് നോക്കിയിട്ടാണ് ഇപ്പോൾ നട്ട് കൊടുത്തില്ല. അപ്പോൾ എങ്ങനെ നമ്മൾ നോക്കിയാലും ലൈന് കറക്റ്റായിരിക്കും. കണ്ടില്ല? അപ്പോൾ എങ്ങനെ നമുക്ക് ക്രോസിൽ എങ്ങനെ നോക്കിയാലും ഏത് സൈഡിൽ നോക്കിയാലും ലൈന് കറക്റ്റായിരിക്കും. അപ്പോൾ പ്ലാന്റ് വലുതായി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, കാണാൻ വൃത്തിയുണ്ടാവും, ഒരു ഒതുക്കം ഉണ്ടാവും. പിന്നെ ചന്ദ്രക്കാരനാണ്. മല്ലിക, കുളമ്പ്, ഇത് ബംഗനാപ്പള്ളി. അപ്പോൾ ഈ രീതിയിലാണ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് അടുത്ത ഒരു 4-5 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഭംഗി ഒന്നൊരു കൂടും. അപ്പോൾ നല്ല ഇതിൽ വളർന്നു വരുമ്പോഴാണ് അതിൻ്റെ നമുക്ക് കാണാമെന്നൊരു മാറ്റം ഉണ്ടാവുക.